ഹലോ ഗൈസ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മനോഹരമായ ഒരു 3 BHK പ്ലസ് ഒരു സ്റ്റഡി റൂമായി വരുന്ന വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 6-6.5 കിലോമീറ്റർ മാത്രം ദൂരത്തായി ഇടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ കുഴുവേലിപ്പടി KMEA എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന ഈ വീട് 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും നൽകിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷൻ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏതാണ്ട് ഒരു 6.5 കിലോമീറ്റർ മാത്രം ദൂരവും, ഇടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരിയിലേക്ക് 6 കിലോമീറ്റർ ദൂരവും, ആലുവയിലേക്ക് 9 കിലോമീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 600 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. ചുറ്റും കോമോ വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിരിക്കുന്നു. മനോഹരമായൊരു കോർണർ പ്ലോട്ടിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിലുള്ള ഒരു മെയിൻ വാളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീടിന് മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് നല്ല വീതി കൂടിയ റോഡ് സൗകര്യം ലഭ്യമാണ്. ചുറ്റും വീടുകളെല്ലാമുള്ള മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2018 പോലും ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയാണ് ഇത്. മെയിൻ ടൗണിനോട് സമീപത്തായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാടിൽ നിന്ന് ഏതാണ്ട് ഒരു 6-6.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. നല്ലൊരു എലിവേഷനിലാണ്, ഒരു ബോക്സി മോഡൽ എലിവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഉൾവശത്തേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയൊരു മുറ്റം അവൈലബിൾ ആണ്. 2 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ് മെയിൻ വാട്ടർ സോഴ്സായി വരുന്നത്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ ഓപ്ഷനാണ്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു. ഒരു 10 ലക്ഷം രൂപയെല്ലാം ഡൗൺ പേയ്മെൻറ്റായി ഇടാനുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. ബാക്കി തുക നമുക്ക് ലോണാക്കിയും നൽകാവുന്നതാണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലാണ് കേട്ടോ. മെയിൻ ഡോറ് മനോഹരമായ രീതിയിൽ ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലിവിങ് സ്പേസ് ആണ് നമ്മൾ ഈ കണ്ടത്. മനോഹരമായ ലിവിങ് സ്പേസ്, നല്ല സ്പേഷ്യസ് ആയി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടുത്തെ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മൾട്ടിവുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ധാരാളം ഷെൽഫുകളെല്ലാം നൽകി വളരെ മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. മനോഹരമായ രീതിയിലാണ് ഈ ഡൈനിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, ഏതാണ്ട് ഒരു 6 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകൾ ഒരു സ്ക്വയർ മോഡൽ നൽകി പ്രൊഫൈൽ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു CCTV ക്യാമറ സിസ്റ്റം നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റും മറ്റു സാധന സാമഗ്രികൾ വയ്ക്കാനുള്ള ഷെൽഫുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. വാഷ് ബേസിൻ ഈ ഒരു കോർണറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൾട്ടിവുഡിൽ ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ്. ഇവിടുത്തെ കിച്ചൺ സൈഡിലേക്ക് പോയാൽ ഒരു ഓപ്പൺ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ കൗണ്ടറുകളെല്ലാം നല്ല മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ധാരാളം കബോർഡ് വർക്ക്, ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ഡിസൈനിലാണ് ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളും നൽകിയിരിക്കുന്നത്. കട്ട്ലറി ക്രോക്കറികൾക്കുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കിഴക്കോട്ടാണ് കിച്ചണിൻ്റെ ഒരു ദിശ വരുന്നത്. മാത്രമല്ല വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്.
കിച്ചൺ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഫാബർ ബ്രാൻഡ് ഒരു ഇലക്ട്രിക് ചിമ്മിനി എല്ലാം അവൈലബിൾ ആണ്. കിച്ചൺ ടോപ്പിനായി ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയും വർക്കിംഗ് ടേബിളും സിങ്കും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കവേഡാക്കി തന്നെയാണത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ കിണർ വരുന്നത്. വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സ്റ്റഡി റൂമും നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡിനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ. ഇവിടുത്തെ ബാത്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ഡ്രസ്സിംഗ് ഏരിയയും അവൈലബിൾ ആണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ആയി തിരിച്ച് ഒരു സെപ്പറേഷൻ നൽകിയിരിക്കുന്നു. ഇതിനുവേണ്ടി സാനിറ്ററി ഫിറ്റിങ്സുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗോർ ബ്രാൻഡാണ്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായി തന്നെയാണ് ഈ ഒരു ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു സ്റ്റഡി ഏരിയയും നൽകി നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്നു. സീലിംഗുകളിൽ പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ആ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയാലോ. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. 1900-2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഓരോ ഏരിയയും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാൾഡ്രോബ് സൗകര്യം ലഭ്യമാണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഡിവൈഡായി തന്നെ നമുക്ക് തിരിച്ച് നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സ് സെറയും ജാഗോറുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വാൾഡ്രോബ് സൗകര്യം എല്ലാം തന്നെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റും അവൈലബിൾ ആണ്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നൽകിയിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം അത്യാവശ്യം സ്പേഷ്യസ് കൂടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകൾക്കും ഡിവൈഡാക്കി തന്നെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു റിച്ച് ഫീൽ കിട്ടുന്ന വിധത്തിൽ ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന വിധത്തിലാണ് ബാത്റൂമെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജാഗോർ ബ്രാൻഡാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു സ്റ്റഡി ഏരിയയും നമുക്ക് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയയിൽ അവൈലബിൾ ആണ്. 1900 സ്ക്വയർ ഫീറ്റിൽ 4 സെൻറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ചോദിക്കുന്ന വില 84 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സൈറ്റ് വിസിറ്റിങ്ങിന് ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ഓയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. മാത്രമല്ല ഈ വീട് പർച്ചേസ് ചെയ്യാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ 2 വീക്കിനുള്ളിൽ ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം.